അപ്പോൾ ഹായ് മച്ചന്മാരെ, ഡൂം വെയിറ്റ് ഹിയർ. ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ M5 G90 കിടക്കുന്നുണ്ട്. ഈ വണ്ടി ഞാൻ മേടിച്ചിട്ട് ഇതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതങ്ങനെ ഒന്ന് പണിഞ്ഞിറക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ജെസ്സിയുടെ ഗ്യാരേജാണ്, JC ഗ്യാരേജ്, നമ്മുടെ CPM ജെസ്സിയുടെ ഗ്യാരേജ്. അപ്പോൾ ഇവിടെ ഇതൊരു വണ്ടി പണിയാൻ കിടപ്പുണ്ട്. കാലഭൈരവനാണെന്ന് തോന്നുന്നു. അതെ അതെ, ആ വണ്ടിയാണ്. ഇത് നമ്മൾ കുറേ വിറ്റിട്ടുള്ളൊരു കാറാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിടാം. ജെസ്സി അകത്തെന്തോ വലിയ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്നാളും നൈസായിട്ട് ഈ വണ്ടി മൊത്തത്തിൽ ഒന്ന് നോക്കാം. ഇത് കിഡിലം വണ്ടിയാണ്. ഇത് നമ്മുടെ ബീസ്റ്റം കണ്ട പണിഞ്ഞ വണ്ടിയാണെന്ന്. എനിക്ക് ഇതിൻ്റെ കഥയൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ കുറേ വിറ്റിട്ടുണ്ട് ഇത്. നമുക്കകത്ത് കയറി നോക്കാം എന്നാളും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വണ്ടിയൊന്നും കിടപ്പില്ല. ഇത് പണി കഴിഞ്ഞ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവൻ്റെ പേഴ്സണൽ ഉപയോഗത്തിന് കൊണ്ട് നടക്കുന്നതാണോന്ന് അറിയത്തില്ല. ജെസ്സി അകത്ത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നുന്നു. ഹായ് വച്ച, ഹൗ ആർ യു? ആ ആടിയ എന്തൊന്തു സുഖാണോ? നീ എന്താ പതിയില്ലാതെ യോജിക്ക്? ഒന്നുമില്ല അളിയാ, നമ്മുടെ ഗ്യാരേജിനകത്ത് ഒരു വണ്ടി വെറുതെ കിടക്കുന്നു. എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് പണിയാൻ പോവാ, നിനക്ക് തരാൻ പോവാന്ന്. ഓ ഓക്കെ, ഏതാ വണ്ടി? എടാ വണ്ടി ഇതേ വെളിയിൽ കിടപ്പുണ്ട്, നീങ്ങി വാ, വന്ന് കണ്ടു വെക്കുക. നമ്മുടെ M5 G90 അതാണ് വണ്ടി. ഇത് പക്ക സ്റ്റോക്ക് സ്പെക്കാണ് അളിയ. ഇത് നീ വർക്ക് ചെയ്ത് വേണം ഇനി ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ. നമുക്ക് നീറ്റായിട്ടൊരു വർക്ക് ചെയ്താൽ മതി ഇതിൽ. എടാ വണ്ടി എങ്ങനെയുണ്ട് കണ്ടിട്ട്? വണ്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാ സാധാ പോലെ ഉണ്ട്. ഈ പൊത്രാണോടാ. എടേ നമുക്കിട്ട് പോതാതെ നീ വണ്ടി എത്ര ദിവസം കൊണ്ട് എനിക്ക് തരും? എനിക്ക് ഇത് ഉടനെ കിട്ടണം. അധികം ദിവസമൊന്നും കളയാനില്ല ഈ വണ്ടിയുടെ പേരിൽ. അപ്പം എത്ര ദിവസം പിടിക്കും ഇതൊന്ന് തരാൻ? നമുക്ക് ഓൾറെഡി 3-4 വണ്ടി വർക്കിന് കിടപ്പുണ്ട്. അವೆಲ್ಲ ഇനി എടുക്കാടാ. നീ എന്നാലും വിഷമിക്കണ്ട, നാളെ ഇനി വണ്ടി സെറ്റാക്കി തരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ജെസ്സി ആണെങ്കിൽ വണ്ടി ഇതിനകത്തോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. അവൻ വണ്ടി വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നാളെ കിട്ടും, ചിലപ്പോൾ നാളെ കഴിഞ്ഞ് കിട്ടും. നമുക്ക് കറക്റ്റ് ഒരു ദിവസം പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം നാളെ തന്നെ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കപ്പം നൈസായിട്ട് നമ്മുടെ സിറ്റി വണ്ണിലുള്ള വീട്ടിലോട്ട് പോകാം. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി ഇവൻ പണിഞ്ഞിറക്കണം. അപ്പം എനിക്ക് അവിടം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ലിഫ്റ്റ് വയ്ക്കണം. അളിയാ, എന്നെ ഒന്ന് സിറ്റി വണ്ണിൽ എൻ്റെ വീട് വരെ ഇറക്കാവോ? അതിനെന്താ ആളിയാ, നീ വാ. നമുക്കോ നീ എന്നാ വണ്ടി കടിക്കും അല്ലേ? നീ വണ്ടി എടുത്തോ. നമുക്ക് അവിടെ വരെ നൈസായിട്ടൊരു റൈഡൊന്ന് പോകുന്ന പോലെ പോവാം. നീ വാ, ഞാൻ കൊണ്ടുവിടാം. ഓക്കെ, കമോൺ അളിയാ, ഞാൻ എടുക്കാം, വണ്ടി എടുക്കാം. നീ കറിയോ, നീ ഫ്രണ്ടിൽ കറിയോ? എടാ ഞാൻ ഓടിച്ചോ പോരെ. വേണ്ട ഞാൻ ഓടിച്ചോളാം, നീ കയറി. ദൈവമേ കാത്തോണേ, ഞാനും കൂടെ കയറത്ത് വണ്ടി ഇടാ. സോറി ബ്രോ, കയറിയല്ലോ, ഇനി പോവാലോ, സീനൊന്നും ഇല്ലല്ലോ. സീനൊന്നുമില്ല. ദൈവം ഇത് എന്നെ ജീവനോടെ അവിടം വരെ ഒന്ന് എത്തിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ജെസ്സിനെ ജീവനോടെ സിറ്റി വണ്ണിൽ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇനി എൻ്റെ വീട്ടിൽ കയറി പോകാൻ. എടാ നീ ഓക്കെ അല്ലേ? ഛർദ്ദിച്ചൊന്നുമില്ലല്ലോ? ഇപ്പൊ എന്നറിയാ, ഇനി നീ വണ്ടി ഓടിയോ? ഞാൻ കടത്തില്ലാത്ത ഇല്ല, ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യും. ലെമ്മടിയായി നീ വണ്ടി ഓടിയോ? എടാ അതൊക്കെ വീട്. ഈ വണ്ടി കണ്ടോ, നമ്മുടെ LC, ഇതെങ്ങനെയുണ്ട്? ഞാൻ ചെയ്ത വർക്കിംഗ് കാണുന്നത് എന്നോട് തന്നെ ചോദിക്കുന്നു. അത് ശരിയാണല്ലോ, നീ അല്ലേ ഇത് ചെയ്തേ. എടാ നീ മര്യാദയ്ക്ക് ഈ വണ്ടി ഇന്ന് ആളെ വിട്ടെടുത്തോണ്ട് വെക്കണം. എനിക്ക് ഈ വണ്ടി കുറേ പണി ചെയ്യാനുണ്ട്. ഈ വണ്ടിയും കൂടെ നീ വർക്ക്ഷോപ്പിൽ കയറ്റിക്കോ കേട്ടാ. ഈ വണ്ടിക്ക് കുറേ പണി പെൻഡിങ് കിടപ്പുണ്ട്. ഈ വണ്ടിയിലെ സസ്പെൻഷന് അത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. ഭയങ്കര ബോറായിട്ട് കിടക്കുക. നിനക്ക് വണ്ടി ഓടിക്കാതെ എന്താ? എന്തോ എങ്ങനെ? നമ്മൾ നമ്പർ 1 ഡ്രൈവർ ഇൻ കേരള ആണ്. നമ്മുടെ അടുത്ത് ഇറക്കല്ലേ മാന്യം. ഇന്ന് പോടാപ്പാ. ജെസ്സി, റെക്കോർഡിംഗ് ആണ്, നീ എന്നെ ചുമ്മാ ഡിസ്റെസ്പെക്ട് ചെയ്യാതെ, പിള്ളേർ കളിയാക്കും. സോറി. നീ സൂപ്പർ ഡ്രൈവറാ. ഓക്കെ, വണ്ടി ഞാൻ ആളെ വിളിച്ച് എടുത്തോണ്ട് വെക്കോളാം കേട്ടോ. മതി ചേട്ടാ, മതി, അത് മതി. നീ എന്നാളും വിട്ടോ, എനിക്കാണ് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാൻ പോയെന്നൊന്ന് ഉറങ്ങട്ടെ. ഇനിയിപ്പം നാളെ നീ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കേടാ, ഞാൻ നേരത്തേക്ക് വാ. നാളെ കാണാം. നാളെ തന്നെ വണ്ടി എന്നേക്കാം. ഓക്കേടാ ജെസ്സി, ടാറ്റ. ഇവൻ
പൊളി ഡ്രൈവറാണ് ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ നൈസ് ഡ്രൈവറാണ്. ഇവനിപ്പോൾ വണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കും. അതെനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, എടാ സൂക്ഷ്യം കണ്ടൊക്കെ വീട്ടിൽ പോയി കയറാം. ഓക്കെടാ ബൈ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കയറി പോയിട്ട് ഒന്ന് ഉറങ്ങാം. ബാക്കി നാളെ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒമ്മച്ചമാരെ രാവിലെ തന്നെ നമ്മുടെ ജെസ്സി ഫോൺ ചെയ്ത് പറയാനുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്, നീ വേഗം വന്നെടുത്തോ, അടുത്ത വണ്ടിയൊക്കെ ചെയ്യേണ്ടതാണ്, നിന്റെ കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ, അപ്പം വേഗം വന്നെടുത്തോളാം. അപ്പം ഞാൻ കേട്ട പാടെ ഇട്ട റെസിട്ട് അങ്ങനെ ഇറങ്ങിയേക്കാണ് നമ്മുടെ ജെസ്സി എടുത്ത് പോകാൻ. നമ്മുടെ LC ജെസ്സി സർവീസിന് വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നാളെ വിട്ട്. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് വാഗൺ എടുത്ത് പുറത്തിടാൻ നമ്മുടെ സെക്രട്ടറി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. കൊച്ചു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഗൺ. ക്ലീനാണ്, വർക്കൊന്നും ചെയ്യാത്തതാണ്, ക്ലീൻ സ്പെക്കാണ്. എനിക്ക് ഇങ്ങനത്തെ വണ്ടികളാണ് സാധാരണ ഇഷ്ടം. നമ്മൾ വർക്ക് ചെയ്തൊരു വണ്ടി ഇറക്കിയാൽ അതൊരു മാരക വണ്ടിയായിരിക്കും. അത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ. നമുക്ക് എന്നാലും നമ്മുടെ ജെസ്സിയുടെ ഗാരേജിലോട്ട് പോകാം. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ജെസ്സിയുടെ ഗാരേജ് വെച്ച് കാണാം. ബൈ. ട്രോപ്പിക് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നമ്മുടെ ജെസ്സിയുടെ ഗാരേജിലോട്ട് പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ കറപ്പട്ടായി ഗൈസ്. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. വണ്ടി ഇവിടെ ഇല്ല. എൻ്റെ വണ്ടി എവിടെ? ഇവൻ തന്നെയാണോ എന്നെ വിളിച്ചിട്ട് വണ്ടിയുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് വന്ന് എടുത്തോടാന്നാ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ജെസ്സിയേ, നീ വന്നോ? എടാ നിന്റെ വണ്ടിയൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. എന്തിയടാ? അതാ ഞാനും നോക്കുന്നത്. എന്തി എന്നു വെച്ചാനെ അമ്മൂടി കൈവട്. അതൊക്കെ അവിടെ നിക്കട്ടെ. വണ്ടി എവിടെ? വണ്ടി എന്തിയേ? നീ ബേജാറാവാടാ, വണ്ടി അമ്മ എടുത്തോണ്ടു. എന്തിയോടാ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വണ്ടി എന്തിയേ? ജെസ്സിയോ വണ്ടി എന്തിയെ? ചുമ്മാ കളിക്കില്ല കേട്ടാ. ദൂമയെ നിന്നെയാ പറ്റിച്ചാടാ. വണ്ടിയൊന്നും പറഞ്ഞു കിടന്നിട്ടില്ല. വണ്ടി കഥേ നമ്മുടെ യാടി കിടക്കുക. ഇറ്റ് വാസ് എ പ്രാങ്ക് ബ്രോ. ചുമ്മായിരുന്നു. നീ വന്ന് വണ്ടി കയറുതേ. നമ്മുടെ ഷോറൂമിൽ കിടപ്പുന്ന വണ്ടി, വർക്ക് ചെയ്ത വണ്ടിയല്ല അവിടെ കൊണ്ടിരുന്നേ പൊത്താ. ഷെടാ സോറടാ ജെസ്സി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച്. നമുക്ക് പോകാൻ പറ്റാ, നീ വണ്ടി കയറി. ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടനായിപ്പോയി അവിടെ. അവൻ്റെ പ്രാങ്ക് സക്സസ് ആയി. ഞാനിപ്പോൾ പൊട്ടൻ. നമുക്ക് എന്നാലും നമ്മുടെ വണ്ടി പോയി കാണാം. ഇവൻ്റെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി നമുക്ക് നമ്മുടെ വണ്ടി എന്നാലും കണ്ടു നോക്കാം. ഇവൻ എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയാലോ. കൊള്ളത്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവനെ തെറിവിളിക്കും. തെറിയോ? നീ എൻ്റെ കാര്യം പിടിക്കിപ്പോ. നീ നോയിട്ടു അതൊക്കെ കാണാടാ മോനെ. നീ വണ്ടി കാണീല ആദ്യം. എവിടെടാ വണ്ടി? എടാ വണ്ടി എൻ്റെ ഓഫീസിൻ്റെ അടുത്താടാ. നീ ആദ്യം വണ്ടി ഇവിടെ എവിടെയും ബാക്കി. ഓക്കെ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നിന്റെ ഓഫീസിന്റെ അടുത്തോട്ട് നമുക്ക് പോവാം. ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. നീ ഇറങ്ങ, വണ്ടി ഇറങ്ങ്. ഇറങ്ങടാ, വണ്ടി ഇട്ടിട്ടുണ്ട്. ഇറങ്ങ. വാ, കാണില്ല വണ്ടി എവിടെ? ജെസ്സി എവിടെ? വണ്ടി എവിടെ? ഇന്നോടത്തമ്മ മോനെ നീ നടക്കൂ. വണ്ടി ഓർക്കാ പോണ്ടു. എവിടെ കിടക്കുന്നു? എവിടെടാ വണ്ടി? എവിടെ? ഓ ഇവിടെ. ശെന്റെടോ. ജെസ്സിയെ മുത്ത്, ഞാൻ നിനക്കൊരു ഉമ്മ വരട്ടെ. എന്തുവാണ് ഇത്? എന്റെ നൈസാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലോ അത്രേ ഉള്ളൂ. എടാ എന്നാലും ഞാൻ തന്ന ഡിസൈനില് അതുപോലെ തന്നെ നീ ഇത് സെറ്റ് ചെയ്ത് തന്നല്ലോ. കിടില സാധനം, കിടില. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാർബണൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലോഗാണിലും എല്ലാം.
പിന്നെ നിന്റെ ബാഡ്ജിങ്, മോട്ടോർ സ്പോർട്ടിന്റെ ബാഡ്ജിങ് എല്ലാം കിഡിലോസ്ക് വണ്ടി. നമുക്ക് ഒന്ന് ഓടിച്ചോ, നീ വണ്ടി കയറുവാ. നീയുടെ പൊതിക്ക് അടങ്ങുന്നേ ഞാൻ കേറത്തെ വീട്ടി. ഓ സെറ്റ് കയറിയോ? ഞാൻ എടുക്കുവാണേ, വണ്ടി എടുക്കുവാണേ. ബാ സീറ്റ് ബെൽറ്റ് ഇടോ, ഒന്ന് പറക്കും. അല്ലേ വേണ്ട, പയ്യെ പോവാം, ടെസ്റ്റ് ചെയ്യുമല്ലേ, നൈസായിട്ട് ഓടിക്കാം. എൻ്റെടോ വണ്ടി ഓടിക്കുന്നതൊക്കെ സുഖം തന്നെ, പക്ക. നമുക്കേ ഏതിലിച്ചിട്ട് വെളിച്ചത്തുണ്ട് വണ്ടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇതന്നെ അത് HP ഡൗൺ ചെയ്യാറുണ്ട് കേട്ടാ. അതൊക്കെ പിന്നെ നീ വണ്ടി വിട്. എടാ വണ്ടി സെറ്റടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് നിന്റെ ബെസ്റ്റ് വർക്കിലൊന്നാണ്. കാരണം ഇത്ര സൂപ്പറായിട്ട് ക്ലീൻ സ്പെക്ക് വേറെ ആരും ചെയ്തില്ല. ഞാൻ തന്ന ഇമേജ് അതേപടി നീ കോപ്പി ചെയ്ത് വെച്ചേക്കുക വണ്ടിയിലോട്ട്. പൊളി മുത്തേ പൊളി. നീ പുറത്തോട്ടിറങ്ങിയിരുന്നേ, നിനക്ക് ഞാൻ ഒരു ഹഗ് തരട്ടെ, നീ ഒന്ന് വാ. അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തരട്ടെ, നീ വാ. നീ പുറത്തോട്ടിറങ്ങി വാ. എന്നെ കിടിലമായിട്ടാണ് നീ ചെയ്ത് വെച്ചേക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല നീ ഫ്രീ ആയിട്ട് എനിക്ക് ഇത്ര സൂപ്പർ വണ്ടി പണിഞ്ഞു തന്നുള്ളത്. എന്ത് ഫ്രീയാ? കാശ് ക്യാഷാ? എന്താ വെച്ചു, നമുക്ക് ഫ്രീ അല്ലേ? നമ്മളങ്ങനല്ലേ? നമുക്ക് ഫ്രീ ഒന്നും ഇല്ല. മര്യാദക്ക് ക്യാഷ് എത്തോ. ഇന്നാണ് എന്നെ കൊള്ളൊത്തു തരണം, ഇല്ല എന്ന സ്വഭാവം മാറും. എൻ്റെ ചങ്ക് അതൊക്കെ ഇട്ട് തന്നേക്കാം. എൻ്റെ അമ്മോ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്ന് വീട്ടിൽ ചെന്നോട്ടെ. അവിടെ എൻ്റെ ലാപ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം. നീ എന്നാലും വണ്ടി കയറ്, നിന്നെ ഞാൻ കട വരെ ഇറക്കാം. എടാ പൊത്താ, നിന്റെ ജീവാഗൻ നിനക്ക് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലാന്നോ? നീ എന്നെ ഇവിടെ തന്നെ ഇറക്കി, ഞാൻ എടുത്തന്നെ ഗ്യാരേജിൽ കൊണ്ടിട്ടേക്കോ. ഓ ഞാനതങ്ങ് മറന്നു. നീ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ടോ, നമുക്ക് ഗ്യാരേജിലോട്ട് പോവാം, പെട്ടെന്ന് പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ജീവാഗൻ എടുത്തോണ്ട് പുറകെ നമ്മുടെ ജെസ്സി വരുന്നുണ്ട്. നമ്മളിതേ നമ്മുടെ ജെസ്സിയുടെ ഗ്യാരേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണ്ട് ജീവാഗൻ ഇട്ടിട്ട് നമുക്ക് ജെസ്സിക്ക് പൈസ കൊടുക്കാനുണ്ട്. അതെല്ലാം ഡീലാക്കിയിട്ട് ജീവാഗൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. നമുക്ക് സിറ്റി 1 നമ്മുടെ വീട്ടിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇവിടെ നൈസായിട്ട് വണ്ടി ഇവിടോട്ടൊന്ന് വാക്ക് ചെയ്യാം. ഏടാ ഇടിച്ച് കണ്ണ് കാണത്തില്ലേ? സോറി. അവൻ സോറി പോടാ അവിടുന്ന്. ചുമ്മാ വണ്ടി ഇടിപ്പിച്ച് ഞാൻ ഒന്ന് പോറിക്കാതെ ഇറക്കിക്കൊണ്ട് വന്ന സാധനം. എന്താണറിയാ നീ ഇങ്ങനെ ദേഷ്യപ്പെടാ, സെറ്റാക്കാം. നീ അവിടെ എത്തേ, നമുക്ക് പിന്നെ ഉടക്കിയ. എടാ വണ്ടി ഞാൻ ഇന്ന് ഇറക്കിയോളടാ, ഞാൻ ഇത് കൊണ്ടുപോവാ, ഒന്നും സീനില്ല, വണ്ടിക്ക് ഡാമേജ് ഒന്നുമില്ല. ഞാൻ അവിടെ ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തതൊന്ന് ശരിയായിക്കോളാം. എടാ നീ എന്നാള് എൻ്റെ ഓഫീസ് വരെ കയറിയിട്ട് പോ, നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ചെയ്യാം. ചായ ഒന്നും കുടിക്കാൻ സമയമില്ല. ഞാൻ വേണേ ആ പേപ്പറിൽ സൈൻ ഇട്ട് തന്നേക്കാം. എന്ത് ചെയ്യാ, പേപ്പർ എന്ത് ചെയ്യും? ഓക്കെ, ഒപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്നാ പോയിക്കോടാ. ജീവാഗൻ്റെ സസ്പെൻഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ബാക്കി പണിയെല്ലാം വർക്ക് ചെയ്യുക, മൊത്തം ക്ലീൻ ആക്കുക, വണ്ടി ഫുള്ളി റീസ്റ്റോർ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല ജീവാഗന്. നമുക്ക് എന്നാളും അടുത്ത ദിവസം വല്ലതും കാണാം. നീ അങ്ങോട്ട് സിറ്റി 1 വാ കേട്ടാ. ആടാ ഓക്കെ, ഞാൻ അവിടെ ഒരു ഗാരേജ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം എന്നാലും കാണാം. ബൈഡാ. ഓക്കെടാ, എന്നാൽ ഞാൻ പോയേക്കോ കേട്ടാ, പിന്നെ കാണാം, ബൈ. ഗൈസ്, നമ്മുടെ ജെസ്സിക്ക് ബായ് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതെ, പുറകെ വന്നിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സിറ്റി 1 വീട്ടിലോട്ട് പോകാം. നമ്മുടെ വണ്ടി എന്നാലും കിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ടേസ്റ്റിന് പറ്റിയൊരു വണ്ടിയാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ക്ലീൻ സ്റ്റോക്കായിട്ടുള്ള വണ്ടിയാണ് മെയിൻലി ഇഷ്ടം. അവിടെ KDM കാറൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഓവർ ഡിസൈനുള്ള വണ്ടിയിൽ നല്ല ക്ലീൻ സ്റ്റോക്കായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. നമുക്ക് എന്നാളും പുത്ത വണ്ടി എടുത്തല്ലേ, ലാവിഷ് ആയിക്കോട്ടെ. ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങ് അടിച്ചേക്കാം. ഫുൾ ടാങ്ക് അടിച്ചോ മോനെ, ലാവിഷ് ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സിറ്റി 1 വീട്ടിലോട്ട് പോയേക്കാം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജെസ്സിയുടെ ഗ്യാരേജ് നിങ്ങളെ ഫുള്ളൊന്ന് കാണിക്കാൻ പറ്റി എനിക്ക്. പിന്നെ നമ്മുടെ വണ്ടിയുടെ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു ഒന്ന് മെയിൻലി. അതപ്പം നമ്മൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഡു മൈ ഡിസൈനിങ് ഓഫ്. ബൈ ഓൾ.